ആ പടനിലത്ത് മരിച്ചിരുന്നുവെങ്കിൽ ഈ അപമാനം ഞങ്ങളുടെ കാതിൽ പതിയില്ലായിരുന്നു. എന്തിനുമാക്കെ ഞങ്ങളോടിത് ചെയ്തു? ഒന്നും പറയാനാകാതെ തരിച്ചു നിന്ന മാക്കം നേരെ കളരിമുറ്റത്ത് നിലവിളക്ക് താഴ്ത്തിവെച്ച് തറവാടിൻ്റെ അകത്തളത്തിൽ കയറി വാതിലടച്ചു കിടന്നു. കരഞ്ഞു തളരുന്ന ഓമന മക്കളെ കുട്ടിരാമൻ വാരിയെടുത്ത് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇവരെ എനിക്ക് വേണം. എവിടെ എൻ്റെ ചിന്നാണി? എവിടെ അവൾ? കേട്ടതൊന്നും നേരല്ല, കേട്ടതൊന്നും സത്യമല്ല. എൻ്റെ പെങ്ങൾ പരിശുദ്ധയാണ്. എനിക്കെൻ്റെ മാക്കത്തെ വേണം. ചിന്നാണി, നീ എവിടെ? പൂട്ടിയിട്ട മുറിയുടെ വാതിലുകൾ അങ്കക്കലിയോടെ ചവിട്ടി തുറന്നു. കുട്ടിരാമൻ തൻ്റെ വിശ്വസ്തയായ ഭാര്യയെ കയറി പിടിച്ചു. പറയൂ, എന്തുണ്ടായി? എൻ്റെ മാക്കം എന്തു പിഴച്ചു? നേരു പറയൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചിന്നാണിയെല്ലാം തുറന്നു പറഞ്ഞു. എണ്ണി പറയുന്ന കഥകൾ കേട്ട് കുട്ടിരാമൻ കലി കൊണ്ട് തുള്ളി. ഭാര്യയെയും കൊണ്ടു ചേട്ടന്മാരുടെ കിടപ്പറ വാതിൽ ചെന്ന കുട്ടിരാമൻ അട്ടഹസിച്ച് അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, വാൾത്തല കൊണ്ടു വീരേതിഹാസം ചമയ്ക്കുന്ന ധീര പോരാളികളെ, കേവലം അബലകളും ചഞ്ചലകളുമായ പെണ്ണുങ്ങളുടെ നുണ കേട്ട് സ്വന്തം ചോരയിൽ പിറന്ന നേർപ്പെങ്ങളെ കുരുതി കൊടുക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? കടവാങ്കോട് തറവാടിൻ്റെ കണ്ണും കരളുമാണ് മാക്കം. എൻ്റെ പെറ്റമ്മയുടെ 1000 നേർച്ചകൾക്ക് കിട്ടിയ സ്വർണ്ണ വിഗ്രഹമാണവൾ. കുഞ്ഞിമംഗലം ഗ്രാമത്തിൻ്റെ ഐശ്വര്യ ദീപമാണവൾ. ഇറങ്ങൂ, ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വരൂ. ഏത് ശ്രീകോവിലിനു മുന്നിലും എൻ്റെ പെങ്ങൾ സത്യം പറയും. അവൾ സത്യമേ പറയൂ. അവൾക്കതേ അറിയൂ. മൂത്തവരുടെ കൈക്കരുത്തിൻ്റെയും മനക്കരുത്തിൻ്റെയും മുന്നിൽ ഇളയവൻ തളർന്നു. എല്ലാം അമ്മയറിയുമെന്നു പറഞ്ഞ് കുട്ടിരാമൻ പെങ്ങളെ ആശ്വസിപ്പിച്ചു. നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് കുട്ടിരാമൻ മാക്കത്തെ സമാധാനിപ്പിച്ചു.